ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എത്ര ഉറക്കെ സംസാരിക്കണം അത്ര മത്സരിച്ച് അപ്പുറത്ത് മരം വെട്ടുന്ന മെഷീൻ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താ അറിയോ, ഇതൊക്കെ എടുത്ത് വെച്ചിരുന്നപ്പോഴേക്കാണ് ആ സൗണ്ട് വന്നത്. ഇനി ഇതെടുത്ത് വെച്ചാൽ പിന്നെ ഈ ഒരു വീഡിയോ എടുക്കൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം സൗണ്ടിൽ പറയാൻ ശ്രമിക്കാം. കേക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യും, സ്വാഭാവികം. അപ്പോൾ ഇന്ന് കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടിന് വേണ്ടി മേടിച്ച കുറച്ച് പ്രൊഡക്ട്സ് ആണ്, എഡ്യൂക്കേഷണൽ, അതുപോലെ കുറച്ചിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രൊഡക്ട്സ്. ഫസ്റ്റ് ആയിട്ട് ഇതൊരു സംഭവമാണ്. അതായത് കുറച്ച് റെക്റ്റാങ്കിൾ വുഡൻ പീസുകളാണ്. ഇത് കുറേ കളേഴ്സ് ഉണ്ട്. ഇതിനകത്ത് കുറേ ഉണ്ട്. ഇത് മൊത്തം 120 പീസസ് ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ 60 ഒരു ബോക്സിലും 60 ഒരു ബോക്സിലാക്കി 2 സ്ഥലത്താക്കി വെച്ചിരിക്കുകയാണ്. ഇത് വെച്ചിട്ട് അവൻ കുറേ നേരം കളിക്കിട്ടോ. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളൊപ്പം ഇരിക്കണം. അതാണ് മെയിൻ പ്രശ്നം. ഇതിങ്ങനെ നമ്മളിങ്ങനെ നിർത്തുമല്ലോ, എന്നിട്ട് നമ്മളിങ്ങനെ നിർത്തി കൊടുത്ത് അവൻ വന്ന് തട്ടും. പിന്നെ കുറേ ഇതുപോലെ അവൻ കളേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് ബിൽഡിങ് പോലെയൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കളിക്കും. അപ്പോൾ ഈ ഒരു സാധനം ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുക. എല്ലാം മീഷോന്നാണ് മേടിച്ചത്. പിന്നെ ഈ ഒരു റൈറ്റിംഗ് പാഡ്, ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. ഇത് ഒരു അന്ന് 102 രൂപയെ അങ്ങനെ എങ്ങാണ്ടാണ് ആയത്. പക്ഷെ അത്രയ്ക്ക് ആ റേറ്റിന് ഇത് കൊള്ളാം. കാരണം ഇപ്പോഴും ഇതിനൊരു കേടില്ല. അത് വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോൾ പക്ഷേ റേറ്റ് മാറ്റി നിർത്തിയിട്ട് ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. കാരണം അത് ഈ ഒരു കനയേ ഉള്ളൂ. അങ്ങനെ ഒരു ഭയങ്കര ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 100 രൂപയ്ക്ക് നമുക്ക് വർത്താണ്. ഇതുവരെ അവൻ ചവിട്ടിയിട്ടും തല്ലിയിട്ടും ഇതിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടും ഇതിനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും ഇതിനകത്ത് എഴുതാനൊക്കെ പറ്റൂട്ടോ. ഇതാ കണ്ടോ, ഇതിനകത്ത് എഴുതണമെന്നും കുഴപ്പമില്ല. പക്ഷേ ഈ സ്വിച്ച് ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ട്, അതായത് നമ്മൾ കുറേ നേരം ഞെക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് പോകുള്ളൂ. ഏതോ ഒരു സൈഡ് ഞെക്കുമ്പോൾ മാത്രമേ പോകുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷേ ആ ഒരു റേറ്റിന് ഇത് വേർത്താണ്. പിന്നെ മീഷോയിൽ തന്നെ ഇതിൻ്റെ റേറ്റ് കൂടിയ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ അടുത്ത പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു സാധനം. ഇത് കുറേ പേര് കണ്ട, അതായത് ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ലെറ്റേഴ്സ് അതുപോലെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്നത്. ഇതിൻ്റെ കൂടെ കുറേ ഇങ്ങനത്തെ കുറേ കർവ് ഷേപ്പ് ഉള്ളതും കുറേ ചെറുതുമായിട്ടുള്ള കുറേ ഇങ്ങനെ പീസുകൾ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ലെറ്റേഴ്സ്, അതായത് ഇത് വെച്ചാൽ ആദ്യം കുറേ നേരം ഇരിക്കും കേട്ടോ. കുറേ ലെറ്റേഴ്സൊക്കെ ഉണ്ടാക്കി അതിന് ഇവിടെ HI എന്നൊക്കെ, അതായത് 2 ലെറ്റർ വേർഡ്സൊക്കെ ഇതൊന്നും ഉണ്ടാക്കാൻ നോക്കും. ഹായ് അങ്ങനത്തെ വേർഡ്സൊക്കെ ഇതിൽ ഉണ്ടാക്കിയിട്ട് ഇത് കുറേ നേരം ഇരിക്കും. അങ്ങനെ ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് കേട് വരുന്നില്ല കേട്ടോ. അവൻ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുറേ വലിച്ചെറിയുന്നുണ്ട്, പിടിച്ച് വലിക്കണമൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടാറ്, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട്. നിലത്തൊക്കെ ഇട്ട് ഉരച്ച് ആകെ മാർക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും സാധനത്തിന് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കേടുകളോ ഒന്നുമില്ല. പിന്നെ റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് ഈ ഒരു ആക്ടിവിറ്റി ബുക്ക്. ഇതിനകത്ത് ഇവിടെ ഒരു നമ്മുടെ എന്താ പറയുക, എഴുതി കഴിഞ്ഞിട്ട് മായ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പെന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അകത്തുനിന്ന് തുറന്നെടുക്കാൻ പറ്റും. നല്ലൊരു സെറ്റപ്പിലാണ് വെച്ചിട്ടുള്ളത്. എനിക്കിഷ്ടമായി. ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്തു. അതായത് കുട്ടികൾ പെന്ന് വേറെ എവിടെയും കൊണ്ടുപോയി കളയില്ല, അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇതെല്ലാം ഇങ്ങനെ ഇതിനെന്തോ പറയുമല്ലോ, നമ്മുടെ എന്തോ ഒരു സംഭവം പറയും, വെൽക്രോസ് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാം അതായത് ഇങ്ങനെ എല്ലാവരും എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെയുള്ള എല്ലാ സാധനവും പറിച്ചിടും. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വെക്കും. എന്നിട്ട് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയും. ലെറ്റേഴ്സും നമ്പേഴ്സും മാത്രമേ ഉള്ളൂ കേട്ടോ. A to Z വരെ ഉള്ളതും പിന്നെ അതുപോലെ 1, 2, 3 ഒക്കെ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് വെക്കാൻ പറ്റുന്ന സാധനം. ഇതിലും കുറേ നേരം അത്യാവശ്യം കളർഫുൾ ആയത് കാരണം കുറേ നേരം ഇരിക്കും. ഈ ലൈനാണെന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എടുക്കാം, വെക്കാം. അടിപൊളി ബുക്കാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഇവനേക്കാളും ചെറിയ കുട്ടികൾക്ക് ആയിരിക്കും കുറച്ചും കൂടെ നന്നാവാം. കാരണം ഇവനിപ്പോൾ അത്യാവശ്യം ലെറ്റേഴ്സൊക്കെ പഠിച്ച് തുടങ്ങുന്ന കുട്ടികൾ, അതായത് ഇപ്പോൾ ഒരു 2 വയസ്സ് കഴിഞ്ഞ് 2.5 ആ ഒരു ടൈമിലുള്ള കുട്ടികൾക്കും നല്ലതായിരിക്കും. ഇത് മീഷോന്നാണ്. അതായത് ഒരു 200 രൂപയുടെ അകത്താണെന്ന് തോന്നുന്നു. എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് അല്ലെങ്കിൽ കോഡ് എന്തെങ്കിലും താഴെ കൊടുക്കാൻ നോക്കാം. പിന്നുള്ളത് ഈ ക്രയോൺസ്. ഇതിനകത്ത് ഓയിൽ പേസ്റ്റൽസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ക്രയോൺസ് തന്നെയാണ് എന്നാണ് എൻ്റെ ഊഹം. പക്ഷേ നല്ല കളറാണ്. നമ്മുടെ ഇവിടുന്ന് വാങ്ങിക്കുന്ന ക്രയോൺസ് എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ കുറച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കളർ വരില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ അമർത്തിയൊക്കെ ചെയ്താലേ കളർ വരില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഫുൾ നമ്മൾ ആ പിക്ചർ തീർക്കണ വരെ ആ നല്ല കളറിൽ അങ്ങനെ നിൽക്കും. പിന്നെ അതുപോലെ ഇത്രയും കളേഴ്സ് ഉണ്ട്. എത്ര 25 ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. അത്രയും ഷെയ്ഡ്സിൻ്റെ ഒന്നും ആവശ്യം വരിക്കില്ല. പക്ഷേ ഞാൻ അതിനകത്ത് റിവ്യൂ ഒക്കെ നോക്കി ക്രയോൺസിൻ്റെ ക്വാളിറ്റി ഒക്കെ കണ്ടപ്പോൾ വാങ്ങിച്ചത്. അത് ഡോംസിൻ്റെയാണ് കേട്ടോ. ഇതാണ്. ഇതിനും എനിക്ക് തോന്നുന്നു ഒരു 110-112. പിന്നെ ഇതിനകത്ത് ഇങ്ങനൊരു സാധനം ഇവർ വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ് ഇവർ വെച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തിനെങ്കിലും ആണോ എന്നുള്ളത് അറിയില്ല. എനിക്ക് പ്രത്യേകിച്ച് തോണ്ടൊരു ഗുണം കണ്ടില്ല. ഞാൻ ഇടയ്ക്ക് ഇതിങ്ങനെ തോണ്ടിയെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറ്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം അതിനകത്ത് ഉണ്ടായിരുന്നു. ഇതും നല്ല സാധനമാണ്. പിന്നെ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഇവിടെ പൊട്ടിയിട്ടാണ് കിട്ടിയത് കേട്ടോ. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനി ഞാൻ കാണിക്കാൻ വിചാരിച്ച പ്രോഡക്റ്റ്. ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തെരഞ്ഞപ്പോൾ കിട്ടുക കുറേ ഇതുപോലെ ഞാൻ പ്രൊഡക്ട്സ് ഇങ്ങനെ അവൻ കുറേ സമയം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ പ്രൊഡക്ട്സ് വാങ്ങിക്കാറുണ്ട്. അത് ഭയങ്കര റേറ്റിൻ്റെ ഒന്നും അല്ല, പക്ഷെ സാധനം കുറേ കാലം നിൽക്കും. റേറ്റ് കുറവാണെന്നുണ്ടെങ്കിലും അടുത്തത് മയിൽ വന്നിട്ടുണ്ട് ഗൈസ്. എല്ലാവരും പറ്റുന്ന രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വീഡിയോ കുറേ എടുത്ത് തീർന്നിട്ടുണ്ട്. ഇനി സൗണ്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ പിന്നെ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇതിലൊരുവിധം എല്ലാ പ്രൊഡക്ട്സും നല്ലതാണ്. ഈ ഒരു സാധനം മാത്രം വേണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒന്നും കൂടെ ക്വാളിറ്റി ഉള്ളത് ചിലപ്പോൾ അതിനകത്ത് തന്നെ നോക്കിയാൽ കിട്ടുന്നുണ്ടാവും. അത് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ആരാണ് വന്നത്? അമ്മയാണ് ഗൈസ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.